പാട്രിയറ്റ്സ് മലയാളത്തിൻ്റെ രണ്ട് പില്ലേഴ്സ് മമ്മൂക്ക, ലാലേട്ടൻ. വലിയ ഹൈപ്പൊന്നും കൂടാതെയാണ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിയത്. കാരണം അവർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു ഇത് വലിയൊരു ആക്ഷൻ ചിത്രമൊന്നും അല്ല, ഇതിൻ്റെ ഒരു കണ്ടന്റ് അത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളിലേക്ക് അത് എത്തിക്കുകയാണ്, അതെല്ലാവരും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ശരിക്കും ഈ മമ്മൂക്കാടേതാണെങ്കിലും കൊള്ളാം, ലാലേട്ടൻ്റെതാണെങ്കിലും കൊള്ളാം, ഫാൻസുകാർക്ക് എപ്പോഴും മാസ് മസാല സിനിമകളോടാണ് താല്പര്യം. അവർക്ക് ഈ കഥ പറയുന്നതോ സമൂഹത്തിൽ മെസ്സേജ് നൽകുന്ന സിനിമകളോടൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പം ലാലേട്ടൻ ഫാൻസുകാർ മഹേഷ് നാരായണ പച്ചത്തെറിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നൈസായിട്ട് ഇതിനകത്ത് ലാലേട്ടനെ ഇവർ പറ്റിച്ചു എന്നാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതോടൊപ്പം തന്നെ ലാലേട്ടനെ പറയിപ്പിക്കാനായിട്ടുള്ള ചില മരവാണം എന്താ പറയുക ഫാൻസുകാരെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ലാലേട്ടൻ വന്നതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയെങ്കിലും ഇതായത്. ഇത് ലാലേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇത് 8 നിലയിൽ പൊട്ടിയേനെ. പിന്നെ മമ്മൂക്കാക്കൊരു 100 കോടി കിട്ടാൻ വേണ്ടി ലാലേട്ടനെ ഈ സിനിമയ്ക്കകത്തോട്ട് കൊണ്ടുവന്ന് കുത്തിക്കയറ്റി ഈ 100 കോടി 200 കോടി എന്നൊക്കെ നിൻ്റെയൊക്കെ തള്ളൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. 100 കോടി 200 കോടി എന്നല്ല, അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകളെല്ലാം പ്രൊഡ്യൂസർമാർക്ക് ലാഭം ഉണ്ടാക്കിയ സിനിമകൾ തന്നെയാണ്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകൾക്കും അദ്ദേഹം അത്യാവശ്യം ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 100 കോടി 200 കോടി ക്ലബ്ബൊക്കെ തള്ളുന്നതും ബുക്ക് മൈ ഷോയിൽ വിലക്കെടുക്കുന്നതൊക്കെ ആരാണെന്നുള്ളത് അരിയാഹാരം തരുന്ന കേരളത്തിലെ മനുഷ്യർക്ക് മനസ്സിലാവും. എന്തായാലും നമുക്ക് ഇന്ന് 2-3 വേട്ടാവാളിയന്മാരുടെ ആ രോധനം ഉണ്ടല്ലോ, അവരുടെ ആ ഒരു പ്രസ്റ്റേഷൻ, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വാ. പാട്രിയറ്റ് എന്ന സിനിമ എന്നല്ല, ഇത് പെട്ടി ഓട്ടോറിക്ഷ എന്നൊരു സിനിമയായിട്ടാണ് വന്നത്. ലാലേട്ടൻ ഉള്ളതുകൊണ്ടല്ലോ. ഒരു മിനിറ്റ്, ചില ഊളകളുടെ ഒരു ചോദ്യമുണ്ട്, എന്തെന്നറിയാവോ? ഇപ്പോൾ ലാലേട്ടനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് മമ്മൂക്കയോടൊപ്പം നിന്ന് 100 കോടി മമ്മൂക്കയ്ക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുമെന്ന്. എടാ 100 കോടി ഒറ്റയ്ക്ക് അടിക്കണോടാ, ആണായിട്ട് ഒറ്റയ്ക്ക് നിന്ന് അടിക്കുന്നതാണ് അന്തസ്, മനസ്സിലായ? അല്ലാതെ ക്യാമറ റോൾ വന്ന് നിന്നിട്ട് 100 കോടി അടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം അത് മഹേഷ് നായർ. ഒരു മിനിറ്റ്, ലാലേട്ടന് വേണ്ടി മാത്രം കാത്തിരുന്നവരാണ് ഇവരൊക്കെ, മനസ്സിലായ? ഇവർക്ക് എന്തെങ്കിലും റിവ്യൂ പറയുന്നുണ്ടെങ്കിൽ ഇവരുടെ മുഖത്ത് ഒറ്റയ്ക്ക് നോക്കി സംസാരിക്കും. കാരണം അറിയാം, നമ്മൾ മനസ്സിലാവും ഒരു മനുഷ്യൻ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കുക. കാരണം നമ്മളൊരു സിനിമയ്ക്ക് വരുന്നു, ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് പക്കാലാകും, ഉറങ്ങണോ വേണ്ടേ? കാരണം ഇതിന് മുമ്പ് ഞാൻ ഇനി ഉറങ്ങിയിട്ടാണ് റിവ്യൂ പറഞ്ഞതെന്ന് പറയും. പക്കയായിട്ടിരുന്ന് ഉറങ്ങില്ല, നന്നായിട്ടിരുന്ന് ഇങ്ങനെ ലാഗ് ചെയ്ത് എൻ്റെ ഏട്ടൻ എപ്പം വരും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്തു. എൻ്റെ മോനെ ആ ഒരു കടന്നു വരവ് ഈ പടത്തിനകത്ത് ഒരേ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് ലാലേട്ടൻ കടന്നു വരുമ്പോൾ മാത്രമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്കയാണ്, ജെന്യുവനാണ്. നിങ്ങൾ മനസ്സിലാക്കുക, പ്രേക്ഷകരെ വന്ന് കാണുക. നിങ്ങൾക്ക് പടം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്റർവെല്ലിന് ശേഷം ആദ്യം വന്ന ഒരു അരമണിക്കൂർ ഇവിടെ ഇരുന്ന് ഒരു പോപ്കോണൊക്കെ കഴിച്ചതിന് ശേഷം ഇന്റർവെല്ലിന് ശേഷം നിങ്ങൾ കയറി കണ്ടോളൂ. ലാലേട്ടൻ വന്നായിരിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് ലാലേട്ടൻ്റെ റോൾ കഴിയുന്നതോടുകൂടി അവിടെ നഷ്ടപ്പെടുകയാണ്. പക്ഷേ മമ്മൂക്കി ലാലേട്ടനും സ്ക്രീൻ പ്രസൻസിൽ രണ്ടുപേരും ഒരുമിക്കുണ്ടാവുന്ന ആ ഒരു ഫീൽ അത് നമുക്ക് പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അവർക്ക് കിട്ടിയ റോൾ, എസ്പെഷ്യലി ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു വില്ലൻ ക്യാരക്ടർ കിടിലൻ, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഫേസ് എക്സ്പ്രഷൻ എല്ലാം പക്കയാണ്. പക്ഷേ നയൻതാര എന്തിനു കൊണ്ടുവന്നു? ഒരു വല്ലാത്ത ചോദ്യമാണ്. ഞാൻ പറയാണ്, 100 കോടി ലാലേട്ടനെ ക്യാമിയോ റോളിൽ കൊണ്ടുവന്ന് വാങ്ങിക്കൊടുക്കുമോ എന്ന് ചോദിച്ച ആൾക്കാരടുത്ത് പാട്രിയറ്റ് പോലുള്ള പൊട്ട സിനിമയ്ക്ക് എങ്ങനെയാണ് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത്? അദ്ദേഹം ഒറ്റയ്ക്ക് അഭിനയിച്ച സിനിമയിൽ, മലയാള സിനിമയിൽ ഇന്നും എല്ലാ സകലകാല റെക്കോർഡും അദ്ദേഹത്തിൻ്റെ കരങ്ങളിലാണ്, ആ ചരിഞ്ഞ തൊഴിലാണ്. ലാലേട്ടനെ കൊണ്ടുവന്ന് തേക്കാൻ വേണ്ടി മാത്രം ചെയ്ത പടമാണ്. മമ്മൂട്ടിക്ക് ഒരു 100 കോടി പദ്ധതി സ്വപ്നം കണ്ടതാണ്, പക്ഷെ അത് നടക്കൂല, സമ്മതിക്കൂല. കാപ്പാൻ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആരാടാ മരവാണവേ ലാലേട്ടനെ കൊണ്ടുവന്നിട്ട് മമ്മൂക്കാടെ സിനിമയ്ക്ക് 100 കോടി ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചത്? നിന്നെപ്പോലുള്ള മരക്കഴുതകളാണ് ഈ ലാലേട്ടൻ ഫാൻസിന്റെ ശാപം എന്ന് പറയുന്നത്. ഞാനെന്തായാലും നമ്മുടെ ലാലേട്ടൻ 45 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു സിനിമ ചെയ്തായിരുന്നു. ആ സിനിമയുടെ പേര് പറയുമ്പോൾ തന്നെ കുട്ടികൾ വരെ ചിരിച്ചു പോകും. കാരണം അതുപോലത്തെ മേക്കിങ്ങും അതുപോലത്തെ ഗ്രാഫിക്സ് ഒക്കെ ആയിരുന്നു ആ സിനിമ. നമ്മുടെ ബാറോസ് എന്ന സിനിമ എന്തായിരുന്നു ആ സിനിമയുടെ ഒരു അവസ്ഥ? എത്ര 200 കോടി തള്ളിയോ അതോ 300 കോടി കിട്ടിയോ? ഇനി അതൊക്കെ പൊക്കോട്ടെ, ഭയം ഭക്തി ബഹുമാനം നമ്മുടെ ജനനായകൻ ദിലീപുമായിട്ട് നമ്മുടെ ലാലേട്ടൻ ഒരു ക്യാമിയോ റോളിലെത്തിയായിരുന്നു അല്ലേ? വെടിയുടെ ഇടിയുടെ മഴയുടെ പൂരം എന്തായി? 100 കോടി ക്ലബിൽ എത്തിയായിരുന്നു സിനിമ. ഇനി മലൈക്കോട്ടെ വാലിബൻ, അങ്ങനെ പല 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 സിനിമകളൊക്കെ നമ്മളങ്ങനെ എടുത്ത് പറയേണ്ടി വരും. കഥയും ആ സിനിമയിലെ മേക്കിങ്ങും എത്രത്തോളം നന്നാവുന്നു അത്രത്തോളം ആ സിനിമ വിജയിക്കും. ഇതിനകത്ത് ഇപ്പോൾ ലാലേട്ടൻ ഇൻ്റർവെൽ കഴിഞ്ഞ് വരുന്നു, ഇൻ്റർവെൽ വരെ മമ്മൂക്ക ആയതുകൊണ്ട് ഇവൻ ഉറങ്ങിയില്ല, അവൻ അങ്ങനെ ഇരുന്ന് സിനിമ കണ്ടു എന്നാണ് പറയുന്നത്. ലാലേട്ടൻ വന്നതിന് ശേഷമാണ് സിനിമയ്ക്ക് ഒരു ഇമ്പാക്റ്റ് കിട്ടിയതും ഒരു ജീവൻ ലഭിച്ചതും. ലാലേട്ടൻ മരിച്ചതോടെ ആ ജീവൻ അങ്ങ് പോയെന്നാണ് പറയുന്നത്. സത്യം പറയാമല്ലോ, ഇവനെപ്പോലത്തെ മരക്കഴുതകൾ സിനിമ എന്താണെന്ന് പോലും അറിയാത്ത, അല്ലെങ്കിൽ ആ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് പോലും ചിന്തിക്കാൻ മൂളയില്ലാത്ത കാരണം നോർമലിലൊക്കെ വന്നിരുന്ന് പടം കണ്ടാലേ പടം മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ ഇവനെപ്പോലുള്ള എന്തെങ്കിലുമൊക്കെ അടിച്ചു കയറ്റിയിട്ട് വന്നിരുന്ന് സിനിമ കാണുന്നവൻ കിളി പോയവനൊക്കെ എന്ത് പറയാനാണ്? എന്തായാലും മമ്മൂക്കാക്ക് ഇപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ഒരു സിനിമയ്ക്ക് 100 കോടി അടിക്കണമെന്ന് ഇവിടെ ആർക്കും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടി ഫാൻസർക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഉണ്ടാകത്തില്ല. കാരണം ഇതുവരെ മമ്മൂക്കാടെ ചിത്രങ്ങൾ 100 കോടി ക്ലബിൽ കയറാത്തത് കൊണ്ട് ലാലേട്ടനും കൂടെ വന്നിട്ടൊരു 100 കോടി കിട്ടണമെന്ന് ആരും ആഗ്രഹിക്കത്തില്ല. ഇപ്പം നിന്നെ പോലുള്ള മരം മാക്രികളുണ്ടല്ലോ,
സിനിമ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തെ നിനക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ കണ്ടിട്ടുള്ള ആരാധകരുണ്ടല്ലോ, ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.